താമരപ്പൂ മാലയിട്ട് പൊട്ടു തൊട്ടു സൂര്യപുത്രി അമ്മയ്ക്ക് ഇപ്പം എന്ത് കാര്യമാണ് പറയാനുള്ളത്? സുരഭിയുടെ കാര്യത്തില് എന്താ നിന്റെ തീരുമാനം? അവളെ നീ കോളേജിൽ വിടണ്ടെന്നാ? എനിക്കറിയില്ല. എന്ന് പറഞ്ഞാലെങ്ങനെയാ? ഇവിടുത്തെ കാര്യങ്ങള് നീയും അറിയേണ്ടതല്ലേ? എനിക്ക് ഇവിടുത്തെ ഒരു കാര്യങ്ങളും അറിയണ്ട. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ചെയ്യാം. കൊള്ളാം, നല്ല ഉത്തരവാദിത്തമുണ്ട് മോന്. അവളപ്പോ ആരുടെങ്കിലും കൂടെ ഇറങ്ങിപ്പോയാലും നീ ഇതൊക്കെ തന്നെ പറയണം. അമ്മേ അമ്മേ. ആ സുശീലയാ, ചിലപ്പോ ഭദ്രനും കാണും. നീ ഇനി ഓരോന്ന് പറഞ്ഞ് അവരായിട്ട് വഴക്കിടാൻ നിൽക്കണ്ട. ആഹാ, രണ്ടുപേരുണ്ടല്ലോ. സുഖൂടുണ്ടോ? ഉണ്ട്. എന്നാ പിന്നെ നീ ഇവിടെ നില്ല്, ഞാൻ പോയിട്ട് നാളെ വരാം. നിങ്ങളിത് എങ്ങോട്ടാ മനുഷ്യ? ഇവിടെ നിക്ക്. അവൻ ഇവിടെ ഉണ്ടെന്ന് വെച്ച് നിങ്ങൾ എന്തിനാ ഓടുന്നേ? ഏയ്, ഞാനങ്ങനെ പേടിച്ചിട്ടൊന്നുമല്ല. സുഖു എന്റെ അളിയനല്ലേ, എന്നെ എന്ത് ചെയ്യാനാ? അതിന് പേടിച്ചിട്ടാ ഓടുന്നേന്ന് ഞാൻ പറഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതെന്താ അമ്മേ അവൻ ഇന്ന് ഓഫീസിൽ പോവാതിരുന്നേ? ഇന്ന് അവധിയൊന്നും അല്ലല്ലോ. എന്താന്ന് ആർക്കറിയാം. പഴയ പോലെ ഓഫീസിൽ പോകാനുള്ള ശുഷ്കാന്തിയൊന്നും അവനിപ്പ ഇല്ല. ചിലപ്പോ പോവാതിരിക്കും, ചിലപ്പോ പോവാൻ കുറെ വൈകിപ്പോവും, ചിലപ്പോ നേരത്തെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരും. ഇതൊക്കെ ഇപ്പൊ പതിവ്. ഇങ്ങനെ പോയാ എന്താ അവസ്ഥിതി? അമ്മ തന്നെ അവനെ പറഞ്ഞൊന്ന് ഉപദേശിക്ക്. അല്ലാതെ ഞങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലേ ഭദ്രേട്ടാ? പിന്നല്ലാതെ. ഞാൻ ഇനി ഉപദേശിക്കാനുമില്ല, പറയാനുമില്ല. ഉപദേശിക്കാൻ പോയിട്ട് അവനോടൊരു വാക്ക് സംസാരിക്കാൻ പറ്റിയെങ്കിലല്ലേ. എന്ത് പറഞ്ഞാലും ചാടിക്കടിക്കാൻ വരും. ദാ ഇപ്പൊ തന്നെ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അമ്മേ അമ്മേ. അല്ല, സുരഭി ഇന്ന് കോളേജിൽ പോയില്ലേ? ഓ, അവൾക്കിപ്പോ പഠിക്കാനൊന്നല്ല താല്പര്യം, വേറെ ചിലതിനാ. ഓ, സ്പോർട്സിലായിരിക്കും. അതിപ്പോഴത്തെ പിള്ളേരുടെ ഒരു സ്റ്റൈലല്ലേ. പഠിപ്പ് മാത്രമായ തേരാപ്പാര എങ്ങനെ നടക്കണം. അത്യാവശ്യം കുറച്ച് സ്പോർട്സും ഗെയിംസും ഒക്കെ ഉണ്ടെങ്കിൽ എവിടെങ്കിലും ഒരു ജോലി തരപ്പെടുത്താം. അതുകൊണ്ട് കുറച്ച് ഓട്ടവും ചാട്ടവും ഒക്കെ നല്ലത് അമ്മായി. ആ, വിഷമിക്കേണ്ട ഭദ്ര. അടുത്ത് തന്നെ അവളുടെ വക ഒരു ഓട്ടം ചാട്ടമൊക്കെ കാണാം. വേലിചാട്ടം. എന്താമേ, പ്രശ്നം വലുതാണോ? അല്ലാതെ പിന്നെ. കഴിഞ്ഞ ദിവസം കൊണ്ട് കൊണ്ടുപിടിച്ച് എഴുതുന്നു പ്രേമലേഖനം.
അയ്യോ. അത്രയ്ക്ക് ഉത്സാഹം പഠിക്കുന്ന കാര്യത്തിലുണ്ടായിരുന്നെങ്കിൽ അവൾക്ക് കലക്ടർ ആവാൻ പോവായിരുന്നു. എന്തൊക്കെ ഈ കേക്കണ എന്റെ ഈശ്വര. നമ്മുടെ സുരഭിമോളുടെ കാര്യം തന്നെയാണ് ഈ പറയുന്നത്. പിന്നെ അല്ലാതെ എന്റെ കാര്യ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. പക്ഷെ എനിക്ക് പറ്റും. ഒന്നുമില്ലേലും ഈ സുശീല മോളുടെ പൊന്നനിയത്തിയല്ലേ ഈ സുരഭി മോള്. അപ്പൊ പിന്നെ ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എന്ത് കാര്യല്ലേ ഞാൻ പറഞ്ഞത്? എടി, എന്നെ കാണാതെ പെട്ടിയിൽ നീ പൂഴ്ത്തി വെച്ച എത്ര പ്രേമലേഖനങ്ങളാടി ഞാൻ കണ്ടുപിടിച്ച് വായിച്ചിട്ടുള്ളത്? പറ. അത് പിന്നെ ഞാൻ കൊടുത്തല്ലോ, എനിക്ക് കിട്ടിയതല്ലേ. തലേ കിട്ടൂ. കേട്ടിട്ടില്ലേ, കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന്. അങ്ങനെ കുറെ കൊടുത്തതും വാങ്ങിച്ചതും അല്ലേടി നീ. എങ്കിലേ നന്നായി പോയി. എനിക്ക് അത്യാവശ്യം സൗന്ദര്യം ഉള്ളതുകൊണ്ട് എന്നെ ചിലര് പ്രേമിച്ചു വരും. അതിന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. കണ്ടാലേ മനുഷ്യക്കോലാണെന്നെങ്കിൽ തോന്നണം. അല്ലാതെ കണ്ടില്ലേ, ജനിച്ചപ്പോഴുള്ള മുടിയല്ലേ ഉള്ളൂ ഈ തലയില്. പിന്നെ ഒരു നാരെങ്കിലും മുളച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഒരു കഷണ്ടി തലയും വെടിമരം നിറച്ച അമ്മിക്കുഴയുടെ നിറവും ആര് പ്രേമിക്കാനാ? മതി മതി, ഇനി ഇതും കേട്ടോണ്ട് അവൻ ഇങ്ങോട്ട് വന്നാ പിന്നെ കുശാലായി. എന്തായാലും സുരഭിയോട് ഞാനൊന്ന് ചോദിക്കട്ടെ. നീ ഇനിയിപ്പൊ ചോദിക്കാനും പിടിക്കാനൊന്നും പോണ്ട. സുഖുവിന്റെ കിട്ടിയിട്ടുണ്ട് അവൾക്ക് ആവശ്യത്തിന്. എന്നാലും അങ്ങനെ അല്ലല്ലോ, ഞാൻ അവളുടെ ചേച്ചിയല്ലേ. ചോദിക്കട്ടെ ഒന്ന് ഞാൻ. എന്നാ ചേച്ചിയെന്ന് ചോദിക്ക്. ചെല്ല്. സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. ഞാൻ അവൾക്ക് ശരിക്കും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ. മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? കൊടുത്തതിന്റെ ഇരട്ടി തിരിച്ചു കിട്ടിയെന്ന്. ഒരുമാതിരി. എന്താ മോളെ അവള് പറഞ്ഞത്? അവളെന്താ പറയാൻ? എനിക്ക് പറയാനുള്ളതല്ല ഞാൻ ശരിക്കും അങ്ങ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. നന്നാവൂന്നൊന്ന് അറിയണല്ലോ. സംശയിക്കേണ്ട സുശീല, പറഞ്ഞു കൊടുത്തത് നീ ആയതുകൊണ്ട് നന്നാവുക തന്നെ ചെയ്യും. അല്ല, നിങ്ങൾ ഇങ്ങനെ വൈകുന്നേരം വരെ പത്രവും വായിച്ചോണ്ടിരിക്കാനാണോ ഉദ്ദേശം? അമ്മയോട് നമ്മളെന്ന കാര്യം പറഞ്ഞില്ല. നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. അല്ലമ്മേ, അത് എത്ര നാളെന്ന് വെച്ചാ ഞങ്ങളിങ്ങനെ ഒരു വരുമാനം ഇല്ലാതെ ജീവിക്കുക. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങിയാലോ എന്നൊരാലോചനയുണ്ട്. ഇതൊക്കെ കുറെ കൂടെ നേരത്തിനും കാലത്തിനും ആലോചിക്കായിരുന്നില്ലേ? അങ്ങനെ ആലോചിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ അമ്മായി. തുടങ്ങണമെങ്കിൽ കയ്യില് കാശ് വേണ്ടേ? കാശില്ലെങ്കിൽ പിന്നെ ആലോചിച്ചിട്ട് കാര്യമൊന്നുമില്ല. അല്ല, അങ്ങനെ ആലോചിക്കാതെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ, ജീവിക്കണ്ടേ? എന്നിട്ടിപ്പോ എന്ത് ബിസിനസ് തുടങ്ങാനാ ഉദ്ദേശം? അങ്ങനെ വലിയൊരു ബിസിനസ് ഒന്നും അല്ലമ്മേ. അവിടെ വീടിനടുത്തുള്ള ജംഗ്ഷനിൽ ചെറിയൊരു പലചരക്കട തുടങ്ങിയാലോ എന്ന് ആലോചനയുണ്ട്. കടമുറി അവിടെ ഒരെണ്ണം ഒഴിവുണ്ട്. ചുറ്റുവട്ടത്തൊക്കെ വീട്ടുകാരുള്ളതുകൊണ്ട് അത്യാവശ്യം കച്ചവടമൊക്കെ നടക്കും. എന്നാ പിന്നെ തുടങ്ങിക്കൂടെ? തുടങ്ങാം. അതിപ്പോ ഇവിടുന്ന് കിട്ടാനുള്ള കാശിന്റെ കൂടെ കുറച്ച് കാശ് ഞാനൂടെ ഇട്ടാലേ കാര്യം നടക്കൂ. അതാ പ്രശ്നം. സുഖം ഇപ്പൊ തരാനുള്ള കാശ് തന്നാലും ബാക്കിക്ക് ഞാനവിടെ പോവും. വല്ല ബ്ലേഡിൽ നിന്നും എടുക്കാം, അല്ലേ സുശീല? എങ്കി ഭദ്രൻ മുഴുവൻ കാശും ബ്ലേഡിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. അതെന്തിനാ? എനിക്കൊരാവശ്യം വരുമ്പോ കിട്ടാനുള്ള കിട്ടായിരുന്ന എങ്ങനാ? അപ്പുറത്ത് സുഖമുണ്ട്. ഇപ്പൊ തന്നെ ചെന്ന് ചോദിക്ക്. ചോദിക്കാനും വാങ്ങിക്കാനും പറ്റിയ സമയമാണ്. ചെല്ല്. അല്ല, ഞാൻ ചോദിച്ചാ ശരിയാവില്ല. അമ്മായി തന്നെ അങ്ങ് ചോദിച്ചാ മതി. പിന്നെ അമ്മായി ചോദിക്കുന്നു. നിനക്ക് വേറെ പണിയൊന്നുമില്ല എന്റെ ഭദ്ര. ഒരു പോസ്റ്റ് ഉണ്ട്. സുമാരൻ സാറിനാ, രജിസ്റ്ററാടാ. വിളിക്കാം. ഞാൻ ആരെങ്കിലും വല്ല ചെക്കോ ഡ്രാഫ്റ്റോ അയച്ചു കൊടുത്തായിരിക്കോ? പിന്നെ ആയിരിക്കും. അല്ല, പറയാൻ പറ്റില്ല. നിന്റെ കുടുംബത്തെ കാര്യമല്ലേ. എന്തൊക്കെ എപ്പോഴൊക്കെ നടക്കുമെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എടാ സുഖു, അളിയനിവിടെ ഉണ്ടായിരുന്ന? സാറൊന്നും പോയില്ലേ? ഇല്ല. എന്തു പറ്റി സാർ? പോയില്ല. പോട്ടെ സാർ. എന്താ ഇത്? ക്ഷണക്കത്താ ബാങ്കിൽ നിന്ന്. കെട്ടും പാണ്ടവും മുറിക്ക് അങ്ങോട്ട് ചെല്ലാൻ.
ഇനിയുള്ള കാലം അവര് നോക്കിക്കൊള്ളാന്ന്. നീ കാര്യം എന്താ പറ സുഖു. ഇതാ വായിച്ച് പഠിക്ക്. ജപ്തി നോട്ടീസാ. ജപ്തി നോട്ടീസോ? എവിടുന്ന്? പരലോകത്തുനിന്ന്. അല്ല എന്താ? ദേ, ഇവരുടെ കല്യാണം നടത്താൻ ബാങ്കിന് കുറച്ച് പണം എടുത്തിരുന്നു. അത് തിരിച്ചടയ്ക്കാത്തതിന് ജപ്തി. ഇനിയിപ്പോ സ്വസ്ഥായല്ലോ. നീ അപ്പൊ അത് അടയ്ക്കുന്നുണ്ടായിരുന്നില്ലേ? അമ്മ എങ്ങനെ ആകാശത്ത് നിന്ന് പൊട്ടി വീണ പോലെ സംസാരിക്കാതെ? മാസാമാസം കിട്ടുന്ന നക്കാപ്പിച്ച ഇവിടുത്തെ ചെലവിന് തന്നെ തികയില്ല എന്ന് അമ്മയ്ക്കറിയില്ലേ? അത് കഴിഞ്ഞിട്ട് വേണ്ട ബാങ്കിലടയ്ക്കാൻ. എങ്ങനെയെങ്കിലും അടയ്ക്കുന്നുണ്ടാവുമെന്നാ ഞാൻ കരുതിയത്. അതാ പിന്നെ ഇതിനെ പറ്റിയൊന്നും ചോദിക്കാതിരുന്നത്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നെങ്കിലും ഒരു ദിവസം ഇതിവിടെ എത്തുമെന്ന്. അതിപ്പോ നടന്നു. ഈശ്വരാ, ഇനിയിപ്പോ എന്ത് ചെയ്യും നമ്മള്? എന്ത് ചെയ്യാൻ? ജപ്തി ചെയ്യാൻ ആള് വരുമ്പോ എല്ലാം കെട്ടിപ്പെറുക്കി പെരുവഴിയിലേക്ക് ഇറങ്ങാം. എന്താ സുഖു നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഈ പറയുന്ന തുക മുഴുവൻ ബാങ്കിലടച്ച് ജപ്തിന്ന് ഒഴിവാക്കി തരാന്നോ? തൽക്കാലം അത്രയും പണം കാണില്ല എന്റെ കയ്യില്. എത്ര നിസ്സാരായിട്ടാ നീ ഈ പറയുന്നത്? പെരുവഴിയിലേക്ക് ഇറങ്ങാന്ന് നീയും ഞാനും മാത്രം ഇറങ്ങിയാ പോരാ. പ്രായം തേഞ്ഞു വെക്കണ 2 അനിയത്തിമാര് കൂടി ഉണ്ട് നിനക്ക്. അവരെ ഇറക്കണോടാ പെരുവഴിയിലേക്ക്. ഇങ്ങനെയൊന്നും വരില്ലായിരുന്നു നീ ഒന്ന് മനസ്സ് വെച്ചിരുന്നെങ്കിൽ. പക്ഷെ നീ അത് ചെയ്തില്ല. ഒന്നും വേണ്ട, നീ കുടിച്ച് നശിപ്പിച്ച പണം മതിയായിരുന്നല്ലടാ അത് അടച്ചു തീർക്കാൻ. എങ്കിൽ ഈ ഗതി വരികയായിരുന്നോ? ഞാൻ എന്റെ മക്കളെയും കൊണ്ട് നീ എങ്ങോട്ട് ഇറങ്ങിപ്പോയെന്റെ ഈശ്വര. നിങ്ങളെങ്കിലും എനിക്കൊരു മാർഗം പറഞ്ഞു താ മക്കളെ. ഞങ്ങളിപ്പോ എന്ത് പറയാനമ്മേ? എന്തായാലും അമ്മയെ സുമിത്രയെ സുരഭിയൊന്നും പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ടി വരില്ല. ചെറുതാണെങ്കിലും ഞങ്ങൾക്കും ഉണ്ടല്ലോ ഒരു വീട്. അതൊക്കെ എത്ര നാളത്തേക്കാ സുശീലേ? അത് കഴിഞ്ഞാ പിന്നെ എന്ത് ചെയ്യും? അതിനേക്കാൾ ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. എന്താ ഭദ്ര? എത്രയും പെട്ടെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ച് ഈ വീടും പറമ്പും അങ്ങ് വെക്കുക. കിട്ടുന്ന തുകയെന്ന് ബാങ്കിൽ അടയ്ക്കാനുള്ള അടയ്ക്കുകയും ചെയ്യാം, ഞങ്ങൾക്ക് തരാനുള്ള തരികയും ചെയ്യാം. അതല്ലേ നല്ലത്? പിന്നെ ഞങ്ങൾക്ക് എന്ത് കിട്ടാനാ? കിടക്കാൻ ഒരു കൂര പോലും തല്ലിക്കൂട്ടാൻ തികയോ ബാക്കിയുള്ള തുക കൊണ്ട്? തൽക്കാലം വലിയ 2 ബാധ്യതകൾ തീർന്നു സമാധാനിച്ചാൽ മതി. ജീവിക്കാനാണെങ്കിൽ സുഖുവിന് അത്യാവശ്യം ഭേദപ്പെട്ടൊരു ജോലിയില്ലേ, അതുകൊണ്ട് ജീവിക്കണം. എന്താ പോരെ? തൽക്കാലം ഇതേ ഉള്ളൊരു മാർഗം. അല്ലാതെ നിങ്ങൾ എത്ര തലകുത്തി മറിഞ്ഞാലും ജപ്തിന്ന് ഒഴിവാൻ പോകുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ലോട്ടറി അടിക്കണം. അമ്മ സുഖനോടുകൂടി ഒന്ന് സംസാരിക്ക്. അവനിങ്ങനെ വെറുതെ ഒച്ചയും ബഹളം വെച്ച് നടന്ന കാര്യങ്ങൾ നടക്കില്ല എന്ന് പറ. ഈശ്വര, ഇങ്ങനെ പോയാൽ സംഗതി ആകെ പ്രശ്നമാവുമല്ലോ ഭദ്രേട്ടാ. സംശയം എന്താ? മൊത്തം കുഴഞ്ഞു മറിയില്ലേ? അതിനു മുമ്പ് നമുക്ക് കിട്ടാനുള്ള വാങ്ങിച്ചെടുക്കണം. അല്ലെങ്കിൽ പിന്നെ അത് ഈ ജന്മത്ത് നടക്കില്ല. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? പുര കത്തുമ്പോഴല്ലേ വാഴ വെട്ടാൻ നടക്കേണ്ടത്. ചുമ്മാ വെട്ടുന്നതല്ലോ, വെട്ടേണ്ട വാഴയായിട്ട് തന്നെയല്ലേ വെട്ടുന്നത്. ആദ്യം എങ്ങനെയെങ്കിലും വീടും പറമ്പും വിൽക്കാതെ ജപ്തി ഒന്ന് ഒഴിവാക്കാൻ പറ്റുമോ നോക്ക്. ഒരു വഴിയുണ്ട്. എൻ്റെ പേര് ബാങ്കിൽ കിടക്കുന്നതിൽ നിന്ന് ഒരു 5-6 ലക്ഷം രൂപ എടുത്ത് സുഖുവിനും കൊടുക്കാം. ജപ്തി നിന്ന് ഒഴിവാകുകയും ചെയ്യും, സുഖുവിന്റെ ബാധ്യതകൾ അങ്ങ് തീരുകയും ചെയ്യും. എന്താ? മനുഷ്യൻ ഇവിടെ തീ പിടിച്ച് നിൽക്കുമ്പോ ഒരുമാതിരി ചൊറിയണ വർത്താനം പറയല്ലേ. എന്റെ സുശീലെ, ഉത്തരത്തുള്ള എടുക്കുകയും വേണം, കക്ഷത്തിരിക്കുന്ന പോകാനും പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നടക്കില്ല. നടക്കാവുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഈ പിടിയൊന്ന് മുറുക്കി പിടിച്ച ഇപ്പൊ ഈ വീടങ്ങ് വിപ്പിക്കാം. നമുക്ക് കിട്ടാനുള്ള കാശിങ് വാങ്ങിക്കുകയും ചെയ്യാം. അങ്ങനെ ഇപ്പൊ എന്റെ വീട്ടുകാരെ മുഴുവൻ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ട് നിങ്ങൾ കാശുണ്ടാക്കണ്ട. എന്നാ പിന്നെ അവർക്ക് വരെ നീ ഇറങ്ങേണ്ടി വരും പെരുവഴിയില്. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാശ് മതി, എന്നെ പോലും വേണ്ട. നിങ്ങൾ ഇത്ര ദുഷ്ടനാന്ന് ഞാൻ കരുതിയില്ല. കുറച്ചൊക്കെ ദുഷ്ടത കാണിക്കാതെ ഇന്നത്തെ കാലത്ത് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ല സുശീലെ. അതുകൊണ്ടാ. സുഖു, ഇനിയിപ്പോ വേറൊന്നും ആലോചിക്കണ്ട. നമുക്ക് ഈ വീടങ്ങ് വിൽക്കാം, അതേ നടക്കുള്ളൂ. കിട്ടുന്ന തുകയിന്ന് ബാങ്കിലേക്കുള്ളത് അടച്ച് ബാക്കിയുള്ള എന്താന്ന് വെച്ചാ ചെയ്യാം. അതൊന്നും നടക്കില്ല. അതൊന്നും നടക്കില്ല എന്ന് അമ്മ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങള്
അതെന്താന്ന് പറഞ്ഞൂടെ? സൂര്യപുത്രി ഇടവേളയ്ക്ക് ശേഷം തുടരും. സൂര്യപുത്രി തുടരുന്നു. സുഖു, ഇനിയിപ്പോ വേറൊന്നും ആലോചിക്കണ്ട. നമുക്ക് ഈ വീടങ്ങ് വിൽക്കാം, അതേ നടക്കുള്ളൂ. കിട്ടുന്ന തുകയിന്ന് ബാങ്കിലേക്കുള്ളത് അടച്ച് ബാക്കിയുള്ള എന്താന്ന് വെച്ചാ ചെയ്യാം. അതൊന്നും നടക്കില്ല. അതൊന്നും നടക്കില്ല എന്ന് അമ്മ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങള്. അതെന്താന്ന് പറഞ്ഞൂടെ? അമ്മയ്ക്കായിരുന്നല്ലോ വാശി ചേച്ചിയുടെ കല്യാണം ആർഭാടത്തോടെ നടത്തണമെന്ന്. അതിനു വേണ്ടി എത്ര പണം ചെലവായാലും അതൊന്നും പ്രശ്നമില്ലാന്നായിരുന്നല്ലോ. ഒരു വേലയും കൂലിയില്ലാത്ത അളിയന് എടുത്താൽ പൊങ്ങാത്ത സ്ത്രീധനം, 1000 പേർക്ക് സദ്യയും. എന്തായിരുന്നു ബഹളം? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, അതൊക്കെ ഇപ്പൊ പറയുന്നെന്തിനാ? ആ കഴിഞ്ഞ കാര്യങ്ങൾ കൊണ്ട് തന്നെയാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങേണ്ടി വരുന്നതും. ആർഭാടം കുറച്ച് കൂടിപ്പോയി. അന്നേ ഞാൻ പറഞ്ഞതാ അത്രയൊന്നും വേണ്ടാന്ന്. ആരും കേട്ടില്ല. വീട്ടിൽ ആദ്യമായിട്ട് നടക്കുന്ന വിവാഹമല്ലേ, അത് നന്നായി നടത്തണം എന്നൊക്കെ തന്നെ ആയിരുന്നല്ലോ. നടത്തുകയും ചെയ്തു. ഓ, അതൊന്നും അല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. അത് തന്നെ ഇപ്പത്തെ പ്രശ്നം. ഈ വീടിന്റെ ആധാരം വെച്ചാൽ കിട്ടുന്ന കാശൊന്നും തികയില്ലായിരുന്നു അന്ന് അമ്മ ഉദ്ദേശിച്ച പോലെ വിവാഹം നടത്താൻ. അതുകൊണ്ട് അന്ന് എനിക്കൊരു തിരിമറി നടത്തേണ്ടി വന്നു. തിരിമറിയോ? എന്ത് തിരിമറി? ബാങ്കിൽ കൊടുത്ത വാല്യുവേഷൻ സർട്ടിഫിക്കറ്റിൽ ഈ സ്ഥലത്തിന്റെ വില ഇരട്ടിയാക്കി വെപ്പിച്ചിട്ടാ അന്ന് അത്രയും തുകയ്ക്ക് ലോൺ എടുത്തത്. അതുകൊണ്ട് യഥാർത്ഥ വില വെച്ചാണെങ്കിൽ വീടും സ്ഥലവും ബാങ്കുകാരും ഉണ്ടാവും. നയാ പൈസ നമുക്ക് കിട്ടില്ല. ഇനിയിപ്പോൾ ആർക്കെങ്കിലും വിൽക്കാന്ന് വെച്ചാലും ഇതൊക്കെ തന്നെ അവസ്ഥ. കിട്ടുന്ന തുക ചിലപ്പോൾ ബാങ്കിൽ അടയ്ക്കാൻ പോലും തികഞ്ഞില്ലാന്ന് വരും. എന്തൊക്കെയാ ഈശ്വര ഈ കേൾക്കുന്നത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്ത് ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല. എന്നങ്ങ് നിസ്സാരമായിട്ട് പറഞ്ഞാൽ എങ്ങനെയാ? പിന്നല്ലാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ്റുന്നൊക്കെ നീ ചെയ്തല്ലോ. നിനക്ക് അന്നേ പറയായിരുന്നില്ലടാ ആധാരം വെച്ച അത്രയും വലിയ തുകയൊന്നും കിട്ടില്ല എന്നൊക്കെ. അതെങ്ങനെയാ? എല്ലാം നീ തന്നെ അങ്ങ് ശരിയായിക്കോളാന്ന് പറഞ്ഞ് നടക്കില്ലായിരുന്നോ? ഒരു തിരിമറി നടത്തി ഇത്രയും വലിയ ബാധ്യത വലിച്ചു വെക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ആരുടെ ആഗ്രഹങ്ങളൊന്നും നടക്കാതിരിക്കണ്ടെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. അതെ, നീ തന്നെ എല്ലാത്തിനും കാരണം. ആരോടും ആലോചിക്കാതെ നീ എടുക്കുന്ന നിന്റെ സ്വന്തം തീരുമാനങ്ങൾ. അതാണ് ഇവിടെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയത്. അതൊന്നും നീ മറക്കണ്ട. ഇനിയിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചാ നീ തന്നെ അങ്ങ് തീരുമാനിച്ചോ. എടാ, എന്റെ കാര്യം നീ നോക്കണ്ട. പ്രായം തെഞ്ഞ 2 അനിയത്തിമാരുണ്ട് നിനക്ക്. അവരെ പെരുവഴിയിലേക്ക് ഇറക്കണോ വേണ്ടോ നീ തന്നെ തീരുമാനിക്ക്. അച്ഛനുള്ള ചായയാണോ അമ്മേ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനമില്ല മോളെ. പോവില്ല എന്നൊക്കെ പറഞ്ഞാലും സുഖം വന്ന് വിളിക്കുമ്പോൾ അവളുടെ മനസ്സ് മാറുന്ന ഞാൻ കരുതിയത്. എന്നിട്ട് അവനൊന്ന് മുഖം കൊടുക്കാൻ പോലും അവൾ തയ്യാറായില്ല. ഇങ്ങനെയായ ആ കുഞ്ഞിന്റെ ജീവിതം എന്താകുമെന്ന് ഓർക്കുമ്പോൾ നെഞ്ചിനകത്തൊരാളല്ല. അമ്മ ഇത് എന്തിനുള്ള പുറപ്പാടാ? അച്ഛനും ചേച്ചിയും പോലെ അമ്മയും തുടങ്ങുകയാണോ? ഇത്ര നേരമായിട്ട് രണ്ടുപേരും ഒരു തുള്ളി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഒരേ ഇരിപ്പ് അച്ഛനവിടെ, ചേച്ചിയാണെങ്കിൽ കരഞ്ഞുകൊണ്ടുള്ളൊരു കിടപ്പും. ഇനിയിപ്പോ അമ്മ കൂടി ഇങ്ങനെ തുടങ്ങിയ പറ്റുന്നില്ല മോളെ. ഓരോന്ന് ആലോചിക്കുമ്പോ തളർന്നു പോവുക. ഒന്നും ആലോചിക്കാതിരുന്നാ മതി, തീർന്നില്ലേ? നിനക്ക് അങ്ങനെ പറയാം. പെറ്റ തള്ളയുടെ മനസ്സറിയില്ലല്ലോ നിനക്ക്. ഇനി എന്തൊക്കെയാണാവോ സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർക്കുമ്പോ കാലേ കൂട്ടി എല്ലാം ഓർത്തോണ്ടിരുന്ന സംഭവിക്കാനുള്ളതൊക്കെ വഴിമാറിപ്പോവോ? ഇല്ലല്ലോ. അച്ഛനെയും ചേച്ചിയും പറഞ്ഞ് സമാധാനിപ്പിക്കുക ഇപ്പൊ വേണ്ടത്, അല്ലാതെ കരഞ്ഞോണ്ടിരിക്കുകയല്ല. ഇതെന്തൊരു ഇരിപ്പാച്ച? നേരെ എത്രയായി? എന്താ ഇത്ര ആലോചിക്കുന്നേ? ഈ ചായ എങ്കിലും കുടിക്കേ. രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ. വെറുതെ ഓരോന്ന് ആലോചിച്ചിരുന്നിട്ടാ ഭക്ഷണം പോലും വേണ്ടാത്തത്. അച്ഛനും കൂടി ഇങ്ങനെ തുടങ്ങിയ കഷ്ടമാണ്. ചായ കുടിക്കേ. പലതും പറഞ്ഞ് മോൾ എന്നെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക. സമാധാനിക്കാൻ അച്ഛൻ സ്വയം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല മോളെ. കഴിയണം. അല്ലാതെ കഴിഞ്ഞതിനെ കുറിച്ചോ വരാൻ പോകുന്നതിനെ കുറിച്ചോ ആലോചിച്ച് മനസ്സ് വിഷമിപ്പിച്ചിട്ട് എന്താ കാര്യം? സംഭവിക്കാനുള്ളത് എപ്പോഴാണെങ്കിലും സംഭവിക്കും. നമ്മൾ വേവലാതിപ്പെട്ടാലും ഇല്ലെങ്കിലും.
സംഭവിക്കും. പക്ഷേ അരുതാത്തത് മാത്രമേ നമുക്ക് സംഭവിക്കുന്നുള്ളല്ലോ മോളെ. ആര് പറഞ്ഞു? എനിക്ക് സിവിൽ സർവീസിന് കിട്ടിയത് അരുതാത്തതാണോ? ഒക്കെ അച്ഛന്റെ വെറും തോന്നല. സങ്കടങ്ങളും വേദനകളും മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിനപ്പുറം നല്ലത് സംഭവിക്കുന്നതിനെ കുറിച്ചൊന്നും നമ്മൾ ആലോചിക്കുന്നില്ല. അതാ പ്രശ്നം. പക്ഷെ ഒരു തുലാസിലിട്ട് തൂക്കിയാൽ വേദനകൾക്കും വിഷമങ്ങൾക്കും ആവും എപ്പോഴും ഭാരക്കൂടുതൽ.